പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ശനിയാഴ്ച ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ കുർബാനയിൽ ഈശോ തന്റെ പരസ്യജീവിതം, തന്റെ ദൗത്യം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലിയിലേക്ക് പിൻവാങ്ങി. ഈശോ തന്റെ ദൗത്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ പിന്മാറ്റം, അല്പം ഒന്ന് പുറകോട്ട് പോകേണ്ടി വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. അത് ഈശോയുടെ ഒരു പേടിയാണോ, പരാജയമാണോ, അല്ലെങ്കിൽ സംശയമാണോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും അല്ല സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈശോയുടെ ഒരു വിവേകപൂർണമായ ഒരു പിന്മാറ്റത്തെക്കുറിച്ചാണ് സുവിശേഷം നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഈശോ അവിടെ തന്റെ അധികാരവും ശക്തിയും താൻ ആരാണെന്ന് കാണിക്കാനുള്ള ശ്രമവും ഒന്നുമല്ല. ക്ഷമിക്കാനും അല്പമൊന്ന് സാഹചര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാകുന്ന ഈശോയുടെ വിശാലമായ ഹൃദയത്തിന്റെ ആത്മീയതയുടെ ഒരു വലിയ ലക്ഷണമാണ് ഈശോ കാണിക്കുന്നത്. ഈശോയ്ക്കറിയാം, കാണിക്കാൻ എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ദൈവപുത്രനാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും. മത്തായിയുടെ തന്നെ സുവിശേഷം 26-ാം അധ്യായം 53-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ തന്റെ പീഡാനുഭവ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഈശോ അതിനെ ശാന്തമായി നിന്ന് ഒരു മറുപടി പോലും പറയാതെ നിശബ്ദനായി നിൽക്കുമ്പോൾ, ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് ഈശോ ഇങ്ങനെ ഉത്തരം പറയുന്നു: എനിക്കെന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തന്റെ 12-ലേറെ വ്യൂഹം മാലാഖമാരെ അയച്ചു തന്നെ എന്നെ രക്ഷിക്കുകയില്ലെന്നുമാണോ നീ വിചാരിക്കുന്നത്? ഈശോ ദൈവപുത്രനായതുകൊണ്ട് ഈശോയ്ക്ക് തന്നെ ശക്തിയുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പോരാടാൻ പിതാവ് മാലാഖമാരെ വേണ്ടി വന്നാൽ അയക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെ നിറവേറും? പലതും ഈശോയ്ക്ക് ചെയ്തുകാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ശക്തിയും ബലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ വലിയ ശക്തിയും ബലവുമുള്ള ക്ഷമയുടെയും വിവേകപൂർണമായ പിന്മാറ്റത്തിൻ്റെയും ഒക്കെ വലിയൊരു മാതൃക ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ചില പിന്മാറ്റങ്ങൾ നല്ലതാണ്. ഏത് അവസരത്തിലായാലും, നമ്മുടെ ജോലി സ്ഥലത്തായാലും, വീട്ടിലായാലും, വ്യക്തിപരമായ ചില സംഭാഷണങ്ങൾ മറ്റുള്ളവരോട് നടത്തുമ്പോഴായാലും, എല്ലാത്തിനും അതേ രീതിയിൽ തിരിച്ചു മറുപടി പറയാനും മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും തോൽപ്പിക്കാനും ശ്രമിക്കുന്നതല്ല വിജയം. ചില അവസരങ്ങളിൽ മിണ്ടാതെ ഇരുന്ന് അല്പം ക്ഷമയോടെ ഒന്ന് തോറ്റ് പിന്മാറിയതുപോലെ കാണിച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ആ രംഗത്തെ വിജയിക്കുകയാണ്, ആളിനെ നഷ്ടപ്പെടാതെ നോക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പറയാനും പറഞ്ഞു ജയിക്കാനും മേൽക്കൈ നേടാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോഴും നമുക്കങ്ങനെ ജയിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ആരോട് തർക്കിക്കുന്നു, ആരോട് ഇടപെടുന്നു, അവരെ ഒരുപക്ഷെ അവരുടെ മനസ്സ് മുറിയുകയും നമ്മുടെ വാക്കുകൾ അവരിൽ വേദന ഉണ്ടാക്കുകയും അവരെന്നേക്കുമായി അതുവഴി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാനിടയാവുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ സത്യം നമ്മുടെ ഭാഗത്ത് ആണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് ആത്യന്തികമായ ഒരു വിഷമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയുമില്ല. മറിച്ച് അവരെ നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബങ്ങളിലോ സമൂഹങ്ങളിലൊക്കെ നമുക്ക് ചില അവസരങ്ങളിൽ, വേണ്ട അവസരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുത്താൽ ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ ആ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാനും നമ്മൾ സത്യത്തിൽ ദൈവികരാണെന്നും ആത്മീയരാണെന്നും കാണിക്കാനുമുള്ള ഒരു വലിയ അവസരമായിട്ട് അത് മാറുകയും ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും വാക്കുകളുടെ സാമർഥ്യമോ ശാരീരികമായ ശക്തിയോ കാണിക്കുന്നതല്ല വിജയം. അതിനപ്പുറത്ത് ക്ഷമയെന്ന, വിട്ടുകൊടുക്കലെന്ന, മറ്റുള്ളവരെ പരിഗണിക്കലെന്ന കാര്യത്തിൻ്റെ വലിയൊരു വിജയമുണ്ടെന്നും അതാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യരുടെ വഴിയെന്നും ഈശോ നമ്മളിവിടെ കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക രംഗങ്ങളിലും ഈ ഒരു ചിന്ത നമുക്ക് കഴിവതും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിലൊന്ന് വിട്ടുകൊടുക്കേണ്ടി, തോറ്റു പിന്മാറേണ്ടി വരുമ്പോൾ അത് സന്തോഷത്തോടെ ചെയ്യാനും, അത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, മറ്റുള്ളവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു ത്യാഗവും എൻ്റെ മനസ്സിൻ്റെ വലിപ്പവുമാണെന്ന് ചിന്തിച്ച് അത് സന്തോഷപൂർവ്വം ചെയ്യുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കുകയും ഞങ്ങളുടെ മനസ്സിന് വിശാലമായി ചിന്തിക്കാനുള്ള ആ കഴിവ് അങ്ങനെ നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.